ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളിന്ന് ഓഫീസിന് വന്നപ്പോ ഒരു ശരീരം വിറയിലും തലവേദനയും. ഞാനപ്പോ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെയും കാണിച്ചു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? നല്ല പനിയുണ്ട്, വൈറൽ ഫീവറാ. കാറ്റേ, എനിക്ക് ഋതിക മേഡത്തോടുള്ളത് പ്രണയം തന്നെയാണോ? ഋതിക മേഡം പൂർണ്ണചന്ദ്രനിൽ എന്നെ കണ്ടിട്ടാ എന്നെ പ്രണയിച്ചത്. അതുപോലെ ചന്ദ്രകലയില് ഋതിക മേഡത്തിന്റെ മുഖം എനിക്കൊന്ന് കാണിച്ചു തരാവോ? പ്ലീസ് ഒന്ന് കാണിച്ചു തരാവോ? എന്റെ മനസ്സ് നിറയെ ഋതിക മേഡം ആണെങ്കിൽ പൂർണ്ണചന്ദ്രനില് എനിക്ക് ഋതിക മേഡത്തെ കാണണം. മഴക്കോളില്ലാത്തപ്പോ ഇടിമിന്നലോ? ഞാനിവിടെ കാറ് നിർത്തിയത് എന്തിനാണെന്ന് ജയൻ അറിയോ? ദൈവമേ, കൊല്ലാനാണോ? എന്താ ചോദിച്ചതിന് മറുപടി പറയാത്തത്? തെരുവിൽ ഉപേക്ഷിക്കാനാണോ ഭാവം? അല്ല, നിനക്കേ ശമ്പളം തരാനാ. ഈശ്വരോ രക്ഷതു. ഒന്ന് കാലി വീണ് നമസ്കരിച്ചോട്ടെ മാഡം. അയ്യോ വേണ്ട, നിനക്കെന്റെ കാല് വരാനാണോ? അയ്യോ മാഡത്തെയോ? ഞാൻ എന്റെ ദൈവമായിട്ടല്ലേ മാഡത്തിനെ കാണുന്നത്. ഓ, ഏത് ദൈവം? ഞാൻ അംബിക മാഡത്തെ കരുതിയിരിക്കുന്നതേ സാക്ഷാൽ കാവിലെ ഭഗവതിയായിട്ടാ. ഏത് കാവിലെ ഭഗവതി? തീവെട്ടി കാവിലമ്മ. തീവെട്ടി കാവിലമ്മ ഭദ്രകാളി അല്ലേടാ? അതെ അതെ, വിളിച്ചാൽ വിളിപ്പുറത്ത് വന്നേ എന്താടേ നിനക്ക് എന്തൊരു വേണം എന്ന് ചോദിക്കുന്ന ദേവിയാ. അംബിക മേഡത്തിനെ പോലെ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാ തീവെട്ടിക്കാവിലമ്മ. എന്റെ തീവെട്ടിക്കാവിലമ്മേ, ഒരു തീവെട്ടി എടുത്ത് എവളെ തലക്കിട്ടൊരെണ്ണം കൊടുക്കണേ. അല്ല, ഞാൻ തീവെട്ടി കാവിലമ്മ. അപ്പോ എന്റെ മകനെ ആരായിട്ടാ കണ്ടിരിക്കുന്നേ? അവനെ ദീപക് സാറിനെ വേട്ടയ്ക്കൊരു മകനായിട്ടാ കാണുന്നത്. ദാ, 70,000 രൂപ. പറഞ്ഞ ശമ്പളം 60,000. പക്ഷേ നീ എന്നെ പുകഴ്ത്തിയതിന് ഒരു 10,000 രൂപ കൂടുതൽ. ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ മാഡം. എന്തിന്? ലോക പോഴതാ എനിക്ക് 70,000 ശമ്പളം തന്നേന്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ജോലി എടുക്കും മാഡം, ഞാൻ ജോലി എടുക്കും. ഇങ്ങ് വാ. ഓ, ആകാശത്ത് പൂർണ്ണചന്ദ്രൻ വന്നിട്ടില്ലല്ലോ. സന്ധ്യയല്ലേ ആയിട്ടുള്ളൂ. മാമൻ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല മോളെ. ഒന്നുമില്ലെങ്കിൽ എന്തിനാ പുറത്തോട്ട് നോക്കിയിരിക്കുന്നേ? അത് മാനത്ത് മഴക്കാറുണ്ടോന്ന് നോക്കിയതാ. മഴ പെയ്താലോ? മഴയൊന്നും പെയ്യില്ല മാമ. സ്കൈ കണ്ടില്ലേ? വെളുത്ത സ്കൈയാ. ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല.
ഐഷൂട്ടി, ഋതിക മേഡവും അമ്മയും കൂടി എവിടെ പോയിരിക്കുക? എനിക്കറിയില്ല മാമ. എത്രയായിട്ടാ? 100 രൂപ. ദാ. വാ. എന്താമ്മേ, നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? മോളിന്ന് ഓഫീസിന് വന്നപ്പോ ഒരു ശരീരം വിറയിലും തലവേദനയും. ഞാനപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടറെയും കാണിച്ചു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? നല്ല പനിയുണ്ട്, വൈറൽ ഫീവറാ. ഐഷു, ആന്റിയുടെ അടുത്ത് വരണ്ട കേട്ടോ, പനി പടരും. മാറി നിന്നു. എന്നിട്ട് ഡോക്ടർ മരുന്നില്ലേ? ആന്റിബയോട്ടിക് ഉണ്ട്. ശരി. വാ, നല്ലപോലെ വിശ്രമിക്കേ. ഒളിവാ, ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അകത്തേക്ക് പോക്കോ. വാ മോളെ. ഐഷു വാ. പതുക്കെ. ഈശ്വര, എത്രയും പെട്ടെന്ന് മാഡത്തിന്റെ ഈ പനി ഒന്ന് മാറണേ. നല്ല ചൂടുണ്ടല്ലോ. രാജു അടുത്തിരിക്കണ്ട, ഇത് പകരുന്ന പനിയാ. രാജു പൊയ്ക്കോ. അത് കുഴപ്പമില്ല മാഡം. കുഴപ്പമുണ്ട് രാജു. ഈ പനി വന്ന ഭയങ്കര ബോഡി പെയിനാ. ഇന്ന് രാജു ഈ മുറി കിടക്കണ്ട. രാജു പൊയ്ക്കോ. പനി മാറാൻ എന്താ ഒരു വഴി? മാഡത്തിന് നല്ല പനിയുണ്ട്, എന്താ ചെയ്യാ? കണ്ടിട്ട് മനസ്സിന് വല്ലാത്ത സങ്കടം. മെഡിസിന്റെ ഒക്കെ റിയാക്ഷൻ പതുക്കെ തുടങ്ങും. നെറ്റിയിൽ ഇത്തിരി തുണി നനച്ചു വെച്ചാലോ?